ഈ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. MLA വിരുദ്ധ വികാരം പാലക്കാട്ട് പ്രതിഫലിക്കില്ലേ? ഷാഫി പറമ്പിൽ MLA ആയിരുന്നപ്പോൾ പാലക്കാടിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന ചോദ്യവും പ്രചാരണ വിഷയമായി ഉയരുന്നുണ്ടല്ലോ. പാലക്കാടിന് എന്താണ് ഷാഫി പറമ്പിൽ ഇക്കഴിഞ്ഞ 3 ടേമുകളിലായി 13 വർഷം കൊണ്ട് ചെയ്തത്? അതേക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സമയമില്ല. നീലപ്പെട്ടി, അതിനുശേഷം സ്പിരിറ്റ്, DCCയുടെ കത്ത്, അങ്ങനെ പലതിലും പ്രതിരോധം തീർക്കാൻ ഈ സമയം പ്രചാരണ കാലയളവിൽ കൂടുതലും പോയില്ലേ? ഈ പാലക്കാട് പട്ടാമ്പിയിൽ നിന്നാണ് EMS ജയിച്ച് മുഖ്യമന്ത്രിയായത്. മലമ്പുഴയിൽ നിന്നാണ് VS ജയിച്ച് മുഖ്യമന്ത്രിയായത്. ബഹുമാനമുള്ള 2 നേതാക്കന്മാരാണ്. പക്ഷേ ഈ പാലക്കാട് അസംബ്ലിയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നത് ഷാഫി MLA ആകുമ്പോഴാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. അയ്യങ്കാളി ഗുരുദേവനെ കാണാൻ മഹാത്മാഗാന്ധി എന്നപ്പോൾ വെങ്ങാനൂർ വീട്ടിൽ വെച്ച് അദ്ദേഹത്തോട് അയ്യങ്കാളി ഗുരുദേവൻ പറഞ്ഞത്, എൻ്റെ സമുദായത്തിൽ നിന്ന് 10 BA കാണണം, അതെൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. 100 കുട്ടികൾ പഠിക്കുമ്പോൾ 75 പട്ടികജാതിക്കാർ ഡോക്ടറായി ഇറങ്ങും. 75-25 ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികവർഗ മെഡിക്കൽ കോളേജ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിൽ കൂടി ഈ 10% സീറ്റ് വെച്ച് ഒരു വർഷം എത്ര പട്ടികജാതിക്കാർക്ക് പ്രവേശനം കിട്ടും? അതിനേക്കാൾ കൂടുതൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ മാത്രം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടും. 500 കുട്ടികൾ MBBS പാസ്സായി ഇവിടുന്ന്. ഇവിടെ TN ശേഷനെ പോലെയുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ IAS അക്കാഡമി വന്നത് ഷാഫി വന്നപ്പോഴാണ്. കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യാഡിലും സ്വർണം നേടിയ കായിക താരങ്ങളുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ്. ഇവിടെ സിന്തറ്റിക് ട്രാക്ക് വന്നത് അവർക്ക് പരിശീലിക്കാൻ ഷാഫി MLA ആയതിനു ശേഷമാണ്. ഇവിടെ ഫുട്ബോൾ ടർഫ് വന്നത് ഷാഫി MLA ആയപ്പോഴാണ്. KSRTCയുടെ ബഹുനില സമുച്ചയം വന്നത് ഷാഫി MLA ആയപ്പോഴാണ്. അത് മാത്രമല്ല, നമ്മളെ ഇവിടെ എവിടെ ചെന്നാലും കിടക്കുന്ന ഇടങ്ങൾ വേറെയുമില്ലേ? ഉണ്ട്. അതിപ്പം MP ഫണ്ട് കൊടുത്തിട്ട് പോലും നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത പരിപാടികളാണ്. ഒരേ പാർട്ടിയുടേതല്ലേ? അതെ, അല്ല ഞാൻ പറഞ്ഞു, MP ഫണ്ട് കൊടുത്തിട്ട് പോലും നഗരസഭയുടെ അനാസ്ഥ മൂലം പൂർത്തിയാക്കാൻ കഴിയാത്ത, MP ഫണ്ട് കൊടുത്തിട്ട് പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പം ഈ വികസനം യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിൽ പോലും അവർ ചർച്ചയാക്കി. ഉമ്മൻചാണ്ടി വികസനം കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പാലക്കാട് അങ്ങനെ വലുതായിട്ട് അത് ചർച്ചയാക്കാൻ അവർ പോയിട്ടില്ല. കാരണം സർക്കാർ മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൺ സൈഡഡ് ആണ്. കാരണം മറുവശത്ത് അവരുടേതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ. ഞാൻ 2006 നിയമസഭയിൽ ചെല്ലുമ്പോൾ KK ദിവാകരൻ MLA ആണ് ഇവിടുന്ന് MLA ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു MLAയ്ക്കും അവരുടേതെന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ക്രമസമാധാന തകർച്ച, ഈ ഗവൺമെന്റ് എന്ന് തന്നെ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? IAS തമ്മിൽ എന്താണ് അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ വൈകാരികമായി തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും. താങ്കൾ പറയുന്നു ശരിയാണ്, ഈ നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷൻ, അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ ആ രീതിയിലാണ് അവരുടെ വോട്ട് തീരുമാനിക്കുക എന്ന് പറയുമ്പോഴും ചില തെരഞ്ഞെടുപ്പുകളെ വൈകാരികമായും കൂടി നമുക്ക് മാറ്റിത്തീർക്കാൻ കഴിയും. അതിലൊന്നാണ് K. സുരേന്ദ്രൻ ഇന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ PFI വൽക്കരണം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ PFI വൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ കൂടി ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ വളരെ കൃത്യമായൊരു രാഷ്ട്രീയ തന്ത്രം ഇവിടെ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. BJPക്ക് സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണല്ലോ ഇത്. അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളതാണല്ലോ പ്രശ്നം. വൈകാരികമായ ഒരു വിഷയം ആദ്യം ഉണ്ണിച്ചേട്ടൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ എനിക്ക് രസമായിട്ട് തോന്നുന്നു. K. സുരേന്ദ്രൻ പറഞ്ഞു PFI വൽക്കരണം. ഇന്ന് തന്നെ പിണറായി വിജയൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം. ഞാനതാ പറഞ്ഞേ. മറ്റേ സൈക്കിളായിരുന്നു പോകുമ്പോഴേ, സൈക്കിളായിരുന്നു 2 പേര് ചവിട്ടത്തിൽ നമ്മുടെ 2 പേരുടെയും ശബ്ദം ഒരുപോലെയാണെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? അതേപോലെ തോന്നിക്കുകയാണ് ആളുകൾ. രണ്ടാമത്തെ കാര്യം, വൈകാരികമായ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ PFI എന്നൊക്കെ പറഞ്ഞാൽ വൈകാരികമായ ഒന്നും ഉണ്ടാകാനില്ല. വൈകാരികമായൊരു വിഷയം സ്വാധീനിക്കുന്നത്, ഞാൻ പണ്ട് പ്രതിനിധാനം ചെയ്ത ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീ വെളുപ്പാങ്കാലത്ത് വന്ന് നിന്നു. അവരുടെ ഭർത്താവിനെ കാത്തു നിന്നതാണ്. മലബാർ എക്സ്പ്രസ് വന്നിട്ട് എല്ലാ യാത്രക്കാരും ഇറങ്ങിയിട്ടും ഭർത്താവ് ഇറങ്ങില്ല. അവർ പ്ലാറ്റ്ഫോമിൽ കുറച്ചു ദൂരം നടന്നു. എന്നിട്ട് അവർ കൂടെയുള്ളവരെ വിളിച്ചു. അപ്പോൾ അവർ പോയി നോക്കിയപ്പോൾ അയാൾ തൂങ്ങി നിൽക്കുമായിരുന്നു. ആ മകള് ഈ ചടങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ അരയിൽ തോർത്തും കെട്ടി, സാധാരണ ആൺകുട്ടികളാണ് ചെയ്യണത്, ബന്ധുക്കളായിട്ടുള്ള ആൺകുട്ടികൾ ആൾക്കില്ലെങ്കിൽ ചെയ്യാറുണ്ട്. ആ അരയിൽ ഇത് തോർത്ത് കുട്ടിക്കൊണ്ട് ആ കുടം പൊട്ടിച്ച് അതിന് ചുറ്റും നടക്കുന്ന ഒരു രംഗമുണ്ട്. അധികാരത്തിൻ്റെ അഹന്ത, അത് ഈ തെരഞ്ഞെടുപ്പിനിൽ സാധാരണ വോട്ടർമാരെ വൈകാരികമായി സ്വാധീനിക്കുന്നൊരു വിഷയമാണ്. നോക്കൂ, MV ഗോവിന്ദൻ പത്തനംതിട്ട ചെന്ന് പറയുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ശ്യാമള ജയിലിൻ്റെ മുമ്പിൽ പോയി പറയുന്നു അവരുടെ കൂടെ ഉണ്ടെന്ന്.
ഇവർ ഈ പ്രതിക്ക് കൊടുത്ത സംരക്ഷണം, അറസ്റ്റ് ചെയ്യാതിരുന്നത്, പിന്നെയും ഇപ്പോൾ എം വി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ആ മരണപ്പെട്ട മനുഷ്യനെ അപമാനിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരം കാര്യങ്ങൾ എല്ലാത്തിനെയും മറികടന്ന് വരാറുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ വൈകാരികമായി സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം ADM നവീൻ ബാബുവിൻ്റെ മരണമാണ്.